നിവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേറ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നാച്ചുറൽ കോമിക് ടൈമിംഗ് ആണ്. ഫോർ മീ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടന് ശേഷം അല്ലെങ്കിൽ ദിലീപേട്ടന് ശേഷം ഒക്കെ ഈ കോമഡി നാച്ചുറലി പ്രസന്റ് ചെയ്യണേല് നമുക്ക് ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണ നമ്മളെ കഥാപാത്രമായിട്ട് അത് മാറാൻ നിവിന് കിട്ടണ ഒരു ഈസിനെസ്, ഒരു സ്മൂത്ത്നെസ്, ഒരു ചാമ് അത് ആർക്കും ഇല്ലടാ യൂത്തില്. അതിന് നിവിന്റെ ഏരിയ ആണിത്. ഈ ഏരിയയിൽ നിവിൻ ഷൈൻ ചെയ്യും, അതിനൊരു സംശയം വേണ്ട. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഓൾഡ് ഹിസ്റ്ററിയിലുള്ള സർവ്വമായി ആണെങ്കിലും തട്ടത്തുമാറത്താണെങ്കിലും ഏത് പടമാണെങ്കിലും ഇതിലും നിവിന്റെ ഏരിയ ആണ്. അതിൽ നിവിൻ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ ഗിരീഷ് ഷെഡിയുടെ ഈ ഫ്ലോലെസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, ഈ നാച്ചുറലി ബ്ലെൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റ്, കോമഡീസ്, നിവിന്റെയും മമിതയുടെയും കൂട്ടമായിട്ട് ഒപ്പമുള്ള കുറെ സപ്പോർട്ടിംഗ് ആക്ടേഴ്സിന്റെ കമ്പൈൻ ചെയ്തിട്ടുള്ള പെർഫോമൻസും എല്ലാം കൂടി വരുമ്പോ ബദ്ലേഹം കുടുംബ യൂണിറ്റ് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ ആരായിട്ടും പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ചോയ്സ് ആണ്. ഓണം വിന്നർ ഗ്യാരണ്ടീഡ്. നിങ്ങൾ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.